നമ്മളിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ കല്ലേക്കുളങ്ങരയിലുള്ള ഏമൂർ ഭഗവതി ക്ഷേത്രം, കൈപ്പത്തി അമ്പലം, ഹേമാംബിക ക്ഷേത്രം എന്നൊക്കെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം കൈപ്പത്തി അമ്പലം എന്നറിയപ്പെടാനുള്ള കാരണം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവതിയുടെ കൈപ്പത്തികളാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊല്ലൂർ മൂകാംബിക, ലോകനാർക്കാവിൽ ലോകാംബിക, കന്യാകുമാരിയിൽ ബാലാംബിക, ഇവിടെ പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ ഹേമാംബിക. നാലമ്പലത്തിന് പുറത്തായി ക്ഷേത്രപാലകനായി അന്തിമഹാകാളിനെ കാണാം. ഉപദേവതകളില്ല എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ഷേത്ര ഐതിഹ്യവുമായി അടുത്ത ബന്ധമുള്ളതാണ് മനോഹരമായ ഈ ക്ഷേത്രക്കുളം. ജലത്തിന് മുകളിലോട്ട് ഭഗവതിയുടെ കൈകൾ ഉയർന്നു വരുന്നത് കണ്ട കുറൂർ നമ്പൂതിരി ആവേശത്തോടുകൂടി ജലത്തിലേക്ക് ചാടി ആ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചുവെന്നും അതോടെ ഭഗവതിയുടെ കൈകൾ സ്വയംഭു വിഗ്രഹങ്ങളായി മാറി എന്നുമാണ് വിശ്വാസം. മനോഹരമായ ഈ ക്ഷേത്ര പരിസരം പല സിനിമകളുടെയും ലൊക്കേഷനാണ്. ഈ കുളത്തിലാണ് യോദ്ധ സിനിമയിലെ ജഗതിച്ചേട്ടൻ സാധകം ചെയ്യുന്നത്. അപ്പം ഈ വഴിയുണ്ടല്ലോ, ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് മോഹൻലാൽ ആ വിനീത് എന്ന് പറയുന്ന പയ്യനെ പുറകിൽ വെച്ച് സൈക്കിൾ ചവിട്ടി വരുന്നത്. പാലക്കാട് രാജാവിൻ്റെ കുലദേവതയായ ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത്. 1982 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് കൈപ്പത്തി കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി നിശ്ചയിക്കപ്പെട്ടത് എന്നും കരുതപ്പെടുന്നു.